ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബർത്ത്ഡേ ആണ്, എൻ്റെയാണ് ബർത്ത്ഡേ കേട്ടോ. ബർത്ത്ഡേയുടെ അന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം എഡിറ്റിങ്ങും വൈഫൈയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജൂൺ 30 ആയിരുന്നു ബർത്ത്ഡേ. ഈ ബർത്ത്ഡേ ആഘോഷിക്കുവാനായി ഇവിടെ സൈറാമോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. അപ്പോൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കി മുറിക്കുന്നത്. അസ്സലാമു അലൈക്കും. എടുപ്പോ സൈറാമോളെ, മാമിയുടെ ചെരുപ്പാണല്ലോ കാലയിൽ. അതെയല്ലോ, ഇത് മാമിയുടെ ആണല്ലോ. ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് മുറിക്കാനായിട്ട് സൈറാമോളെ പോയി കാക്കുവും കുക്കുവും കൂടെ എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. ആഘോഷങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോയി കുഞ്ഞിനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നതാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു സന്തോഷമല്ലേ കേക്ക് മുറിയും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് നമ്മളങ്ങനെ കേക്കൊന്നും കട്ട് ചെയ്യാറില്ല കേട്ടോ. കാരണം അങ്ങനെ ബർത്ത്ഡേകളൊന്നും വലുതായിട്ട് ആഘോഷിക്കാറില്ല. എന്നാൽ മക്കളുടെ ബർത്ത്ഡേക്ക് കറക്റ്റായിട്ടും കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്തിരിക്കും. അവർക്ക് ഒരു സന്തോഷമല്ലേ അത്. എന്നാൽ ഇപ്പോൾ ഞാനൊരു ഹോം ബേക്കർ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ എന്തൊരു ആഘോഷത്തിനും കേക്ക് ഉണ്ടാക്കുന്നത്. മക്കളാണേലും പറയും, കാക്കുവാണേലും പറയും, നാട്ടുകാർക്കെല്ലാം കേക്ക് ഉണ്ടാക്കി കൊടുക്കും, നമ്മുടെ ഒരാവശ്യത്തിന് ഉണ്ടാക്കുകയാണെന്ന്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ എന്താ ഒരു ഇത് വന്നാലും ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് കേക്ക് വാങ്ങിച്ച് എല്ലാവരും കൂടെ സർപ്രൈസായിട്ട് കട്ട് ചെയ്തിരുന്നു. കാക്കുവിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് ആഘോഷിച്ച ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജൂൺ മാസം ഞങ്ങൾക്ക് ഒരുപാട് പ്രധാനപ്പെട്ടതാണെന്ന്. അതിന് കാരണം ഇതാണ്, എൻ്റെയും കാക്കുവിൻ്റെയും ബർത്ത്ഡേ ജൂൺ മാസം, ഞങ്ങളുടെ വിവാഹ വാർഷികം എല്ലാം ജൂൺ മാസമാണ്. അതുകൊണ്ടാണ് ജൂൺ മാസം ഒരുപാട് പ്രത്യേകതയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. കേക്ക് കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതാണ്ട് എൻ്റെ കുഞ്ഞിക്കുട്ടന്മാരെല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളെന്ന് വേണേൽ പറയാം. എൻ്റെ കൂട്ടുകാരാണ് ഇവരെല്ലാവരും. കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടിയെത്തി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നിവിടെ ഈ കേക്ക് മുറിക്കാൻ കാരണം ഇവരാണെന്ന് തന്നെ പറയാം. കാരണം ബർത്ത്ഡേ ആണെന്ന് കേട്ടപ്പോൾ തൊട്ട് തന്നെ അക്കച്ചി കേക്ക് വേണേ, അക്കച്ചി കേക്ക് വേണേ എന്ന് പറഞ്ഞിട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കേക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വന്നത് കേട്ടോ. നമുക്ക് ഈ കേക്ക് മുറിച്ച് ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം ആർക്ക് കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൈറാമക്കും ഫത്തയിനൊക്കെ ആയിട്ട് കൊടുത്തത്. ഇനി കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കണമെന്ന് എനിക്കറിയാം. ആദ്യം ആരുടെ വായി വെച്ച് കൊടുക്കണം അങ്ങനെയൊന്നും അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ കേക്ക് മുറിച്ച് ശീലമില്ലല്ലോ. ഇനി നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെങ്ങനെ ഹോം ബേക്കറായി എന്നൊരു കഥയുണ്ട്. ഞാൻ ഹോം ബേക്കറായതിന് പിന്നിൽ വലിയൊരു കഥയുണ്ടെന്ന് തന്നെ പറയാം. ആ കഥ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം ഞാൻ ആ ഹോം ബേക്കറായി മാറിയ ദിവസം എത്തും, ആ ദിവസത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഞാനത് ഉറപ്പായിട്ടും പറഞ്ഞു തരും എല്ലാവർക്കും. ഞാൻ എങ്ങനെ ഹോം ബേക്കറായെന്ന് നിങ്ങളും അറിയണം. അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ഹോം ബേക്കറായി മാറി എന്നതുകൂടി നിങ്ങൾ അറിയണം. നമുക്ക് ഈ ഓർഡർ വരുമ്പോൾ ഒരു കേക്കൊക്കെ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഒരു ദിവസം 3 കേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ലാഭമേ ഉള്ളൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭമേ ഉള്ളൂ. അപ്പം ഒരു കേക്കൊക്കെ വരുമ്പോൾ നല്ല കഷ്ടപ്പാടാണ്. ഒരാൾക്ക് വേണ്ടി കഷ്ടപ്പെടും എങ്കിലും ഞാനത് ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ചും ആരാണോ എവരാണോ ഒന്നും അറിയത്തില്ലായിരിക്കും നമുക്ക് ഓർഡർ വരുന്നത്. ആർക്കാണെങ്കിലും ഞാനത് ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ 3 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട 3 ദിവസങ്ങളുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് ജൂൺ 8 കാക്കുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ പോയിട്ട് ജൂൺ 18 വിവാഹ വാർഷികമായിരുന്നത്. പിന്നെ ജൂൺ 30. ഈ 3 ദിവസങ്ങളിലും കേക്ക് ഉണ്ടാക്കുക തന്നെ ചെയ്തു കേട്ടോ. നേരത്തെയൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കണം, ഒരുപാട് പൈസയാകുമെന്ന് പറഞ്ഞ് നമ്മൾ കേക്ക് പോലും വാങ്ങിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്തിനാ ആഘോഷങ്ങൾ മാറ്റി വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്തിരുന്നു. ഹോം മെയ്ഡ് കേക്കിന് പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ മടുക്കത്തില്ല, മാത്രമല്ല നമ്മുടെ കയ്യിലൊന്നും ഒട്ടുമോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെയും നമുക്ക് തിന്നാനുള്ളൊരു ഇഷ്ടം കൂടും. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വെട്ടിമുറിച്ച് എല്ലാവരും കൂടെ അത് പീസാക്കി അപ്പം തന്നെ തീർത്തിരുന്നു കേട്ടോ. ഇച്ചപ്പനുള്ള കേക്ക് എടുത്ത് വെച്ചിരുന്നു. ഇച്ചപ്പൻ അല്ലേ തന്നെ ഞാൻ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തന്നെ എന്നെ കഴുത്ത് കൊണ്ടും തല കൊണ്ടും ഒക്കെ ആട്ടി വിളിക്കും. വാ വാ എന്നുള്ള വിളിയാണിത്.
മോനല്ലെന്ന് പറയുമ്പോഴും അവനൊന്ന് കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ. കാരണം അവനറിയില്ലല്ലോ ഇത് കസ്റ്റമറിനുള്ള കേക്കാണെന്നൊന്നും. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. ഞാൻ പല വീഡിയോകളിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും എൻ്റെ അടുത്ത് വന്നിരുന്ന് കേക്കൊക്കെ തിന്നുന്നത് ഞാൻ കേക്ക് കൊണ്ട് ചെല്ലുമ്പോഴത്തേന്. അതുകൊണ്ട് തന്നെ ഇച്ചപ്പനുള്ള കേക്ക് ഞാൻ കൊടുത്തു വിട്ടിരുന്നു. കേക്ക് മുറിക്കലും ബഹളങ്ങളും എല്ലാം കഴിഞ്ഞ് പിള്ളേർ കയറിപ്പോയി. ഇതാണ്ട് സൈറാമോണും ഫത്താഹും ഇവിടെ സൈക്കിൾ ചവിട്ടും ബഹളങ്ങളും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ സൈക്കിൾ ചവിട്ടാനായിട്ട് പിള്ളേരെ സഹായിച്ച് കാക്കുവാണ്. ബാക്കി വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഇതാണ്ട് സൈറ മോളെ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഫത്താഹും കാക്കും കൂടിയാണ്. മാമിക്ക് ടാറ്റ ആയില്ലേടാ? അസ്സലാമു അലൈക്കും. നീ എന്ന് വരും? ഇനി അടുത്ത ഞായറാഴ്ച. ആരും അങ്ങോട്ട് വരാൻ നോക്കിക്കണ്ട, ഇങ്ങ് പോരാ രാവിലെ കേട്ടോ. വരുമോ? നടന്നു വരാൻ വഴി അറിയില്ല. അങ്ങനെ താണ്ടെ കാക്കും ഫത്താഹും കൂടെ സൈറാമോളെ കൊണ്ടുവിടാനായിട്ട് പോയി കഴിഞ്ഞപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ചക്ക പറിക്കാനായിട്ട് കയറി വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. നമുക്ക് കായ എടുക്കുന്ന ചേച്ചിമാരാണ് കേട്ടോ ചക്ക എടുക്കാനായിട്ട് കയറി വന്നിരിക്കുന്നത്. അതാണ്ട് അവർ ചക്ക വെട്ടുന്ന ഒരു വേറൊരു സ്റ്റൈലിലാണ്. സാധാരണ ഞാനിങ്ങനെ അല്ല കേട്ടോ ചക്ക വെട്ടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം ഈ ചേച്ചിമാർ ഇങ്ങനെയാണ് ചക്ക വെട്ടുന്നതെന്ന്. അപ്പം ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വശമില്ല കേട്ടോ. ഞാൻ സാധാരണ നമ്മൾ ചക്ക വെട്ടുന്ന പോലെ തന്നെയാണ് ചക്ക വെട്ടിയെടുക്കുന്നത്. ഇത് വേറെ രീതിയിലാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ആരും ചക്ക വെട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ചേച്ചിമാരിങ്ങനെ വെട്ടുമെന്ന് എനിക്കറിയായിരുന്നു. നേരത്തെ ഇവിടെയൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ ചക്ക വെട്ടി എടുക്കുന്നത് കണ്ടിട്ട്. നല്ല രസമാണ് കേട്ടോ കാണുന്നത്. ചക്കയെ കുത്തി നിർത്തിക്കൊണ്ട് മണ്ടവശം വെട്ടിക്കളഞ്ഞ് ദാണ്ട് ആ മുള്ള ചീകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ ഷിമ്മി കവർ ഇട്ടേക്കുന്നതിൽ വെച്ചിട്ട് ആ അരക്ക് നന്നായിട്ട് തൂത്തെടുക്കും. ഇനി ആ ചക്ക പൊളിച്ചെടുക്കുന്നതിനും പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പം നിങ്ങളോർക്കും ഈ ചേച്ചിമാർ വല്ല നാട്ടിൽ നിന്നും കല്യാണം കഴിച്ചൊക്കെ വന്നതാണെന്ന്. ഒന്നുമല്ല, ഈ ഹൈ റേഞ്ചുകാരികൾ തന്നെയാണ് കേട്ടോ. പക്ഷെ അവർ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ചക്ക വെട്ടുന്നതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വശം ഇങ്ങനെ വെട്ടാനായിട്ട്. ചക്ക കുത്തി നിർത്തി ആ മുള്ള് മുഴുവനും ചെത്തിക്കളഞ്ഞ് ഇനി അത് ആ കുത്തി അടത്തി എടുക്കുന്നത് കാണാൻ നല്ല രസമാണ്. അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവർ ഇത്രയും സ്പീഡിന് കണ്ടോ ഇങ്ങനെ കൂഞ്ഞിയേന്ന് കുത്തി അടത്തി എടുക്കും. സമയമില്ല, അല്ലെങ്കിൽ നല്ലതായിട്ട് കുറച്ചും കൂടെ കാണിച്ച് തന്നിട്ടേ പോവുള്ളായിരുന്നു. ഓരോ ചക്കയായിട്ടാണ് കേട്ടോ സാധാരണ കുത്തിയെടുത്തിടുന്നത്. ഇത് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് അവരുടെ സമയം പോകാതിരിക്കാൻ വേണ്ടിയും പെട്ടെന്ന് തന്നെ വലിച്ച് പൊളിച്ചിടുന്നതാണ്. കണ്ടോ ഇങ്ങനെ കുത്തി എടുക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നോക്കി നിന്ന് പോവും. സാധാരണ നമ്മളവർക്ക് ഒരുപാട് താമസം വരുമെന്ന്. നമ്മൾ ചക്ക വെട്ടിയെടുക്കുന്നതിന് മുന്നേ തന്നെ അവരിങ്ങനെ മുഴുവനും കുത്തി അടത്തി പറക്കി എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഞാൻ ആ ചക്ക വെട്ടുന്നെങ്കിൽ ഇതിൽ സമയം എടുത്തേനെ. ഓരോരുത്തർക്കും ഓരോ രീതിയും ഓരോരോ വശങ്ങളും ഒക്കെ അല്ലേ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഒന്ന് ഈ വീഡിയോ കാണിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു കേട്ടോ. കാരണം ചേച്ചിമാർ വന്നിങ്ങനെ ചക്ക വെട്ടുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഹൈ റേഞ്ചുകാരിങ്ങനെ വെട്ടുന്നത് ഞാൻ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. വെട്ടുന്നവരുണ്ട്, ഇല്ലെന്നല്ല, വളരെ ചുരുക്കം ആളുകളാണ് ഹൈ റേഞ്ചിൽ ഇങ്ങനെ ചക്ക വെട്ടിയെടുക്കുന്നത്. നാട്ടിൻപുറത്തോട്ടൊക്കെയാണ് ഇങ്ങനെ ചക്ക കുത്തി നിർത്തി ചെത്തി അരിഞ്ഞ് കുത്തി അടത്തി എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. കൂടുതലും ഞാൻ യൂട്യൂബ് വീഡിയോകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ, നേരിട്ട് കണ്ടിട്ടുള്ളതല്ല. ഇവർക്ക് സമയമില്ല, ആകെ ഒരു ഞായറാഴ്ചയല്ലേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദാണ്ട് ഇവിടെ കുത്തിയടത്തുന്നത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് കുത്തിയടത്തി കാണിച്ചാണ് കേട്ടോ. അവർ എളുപ്പത്തിന് വേണ്ടിയിട്ട് ദാണ്ട് ഇങ്ങനെ വെട്ടി മുള്ളൊക്കെ ചെത്തിക്കഴിഞ്ഞ് അങ്ങ് ചക്ക 3-4 കഷ്ണങ്ങളാക്കി മുറിച്ചങ്ങ് കൊണ്ടുപോകുമായിരുന്നു. അത് അവർക്ക് എളുപ്പം. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വന്ന് നിന്നത് കൊണ്ട് മാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കുത്തി അടത്തി എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. ഇതാണ് എളുപ്പം. വറുക്കാൻ നല്ല ചക്കയാന്ന് തോന്നുന്നു. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നു ചക്ക നിൽക്കുന്നത്. അത് ചേച്ചിമാരിടാൻ വരുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ആണ്ട് ഇനിയും വിളഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അവരോട് ഞാൻ ആവശ്യത്തിന് ചക്ക പറിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങ് വാ, ആദ്യം തൊട്ട് മുള്ള് ചെത്തുന്നതൊന്ന് കാണിച്ചു തരാമെന്ന്. ഞാൻ ആദ്യത്തെ ഭാഗം കിട്ടിയില്ലല്ലോ, പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങി വന്നത് തന്നെ. അതുകൊണ്ട് താണ്ട് ഇങ്ങനെ ആദ്യം ചക്ക കുത്തി നിർത്തി തൊലിയൊന്ന്, കരിന്തൊലി എന്ന് പറയും, അല്ലെങ്കിൽ ചക്കയുടെ മുള്ളെന്ന് പറയും, അതിങ്ങനെ ചെത്തി മാറ്റും. ഇത്രയും ഭാഗത്ത് ചക്ക ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ വെട്ടിക്കളയുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം
അത്രയും ഭാഗത്ത് വലിയ ചക്കകളൊന്നും കാണുകയായിരുന്നു. അതുകൊണ്ട് അത് പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞ് മാറ്റിയേക്കുന്നതാണ്. ഇതാണോ എളുപ്പം, നമ്മൾ സാധാരണ വെട്ടുന്നതാണോ എന്ന് ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കിതാണ് എളുപ്പം എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ, ഈ ചേച്ചിമാർ വെട്ടുന്നത് കണ്ടിട്ട് ചക്ക ഇങ്ങനെ ഒന്ന് വെട്ടാനായിട്ട്. ചക്കയും ഞാനും കൂടെ അവസാനം ഉരുണ്ട് മുഴുവൻ ചെളിയായതല്ലാതെ ചക്ക ഇങ്ങനെ എനിക്ക് വെട്ടിയെടുക്കാൻ പറ്റിയില്ല. എനിക്ക് പേടിയാണ് ഇങ്ങനെ കൈയൊക്കെ പൊക്കി വാക്കത്തെയും കൊണ്ട് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്നതായ രീതിയിൽ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ വശം. ഇത് കണ്ടിട്ട് ആരും ഇതാണ് എളുപ്പമെന്ന് പറഞ്ഞ് ഇതിലേക്ക് മാറാൻ നിൽക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഏത് രീതിയിൽ ചെയ്യുന്നോ അതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. വളരെ പെട്ടെന്ന് ചക്കവെട്ട് കഴിഞ്ഞതായിട്ട് തോന്നുന്നു എനിക്ക്. ശരിയാണോ എന്നറിയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണോ എളുപ്പം? ഇങ്ങനെ വെട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണോ എളുപ്പം കഴിയുന്നത്, അതോ സാധാരണ നമ്മൾ ആ മടൽ ഇങ്ങനെ കൊത്തി കൊത്തി സാധാരണ വെട്ടുന്ന പോലെ വെട്ടുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു അഭിപ്രായം നിങ്ങളോട് ചോദിച്ചാണ് കേട്ടോ. സമയക്കുറവ് മൂലമാണ് ദാണ്ട് ഇങ്ങനെ പെട്ടെന്ന് വെട്ടി പൊട്ടിച്ചെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇവർക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഓരോ ചുള ഇങ്ങനെ കുത്തിയടത്തി എടുത്ത് മുറത്തിയിടുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.